ടോമി എവിടെ? ടോമി, മോനെ ടോമി, ഇവനിത് എവിടെ പോയി കിടക്കുക? ആ ചേച്ചിയെ ടോമിനെ കണ്ടോ? അയ്യോ ഇല്ല. ഓ, രാവിലെ തന്നെ അവിടെ വന്ന് ഇരുന്നോളല്ലോ. വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? ടോമി, പട്ടിയെ കെട്ടിനോ? ഇല്ല, പട്ടിയെ കെട്ടിയിട്ടില്ല. പട്ടിക്ക് ചൊവ്വാദോഷമുണ്ട്, പട്ടീനെ കെട്ടിച്ചിട്ടില്ല. എന്തേ? വിളിക്കടി നിന്റെ പട്ടിയെ. ഞാൻ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കാം. ഇച്ചായോ, ദാ വിളിക്കാണ്. ആ പട്ടിയല്ല വിളിക്കാൻ പറഞ്ഞ, നിന്റെ ടോണി പട്ടിയെ വിളിക്കടി. ഓ, എന്താടി കാര്യം? അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഒരു പൊട്ടനാ. ഈ പട്ടി കടിക്കാൻ വന്നാലേ കൈയടിച്ച് പേടിപ്പിക്കണ്ടേ? നീ പറഞ്ഞ പോലെ എന്റെ അടുത്ത് ചെയ്തതാ. അപ്പൊ നിന്നെ പട്ടി അടിക്കാൻ വന്നപ്പോ നിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചെന്ന് പട്ടി വിചാരിച്ചപ്പോ പിന്നെ തുരുതുരാ കടി തുടങ്ങി. അയ്യടാ, എന്റെ ടോമി മോനെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിന്റെ ഭർത്താവേ എന്തോ ഒന്ന് ചെയ്തു കാണും. എന്റെ വീട്ടിലുണ്ട് കേട്ടോ പട്ടി. ഇരിക്കാൻ പറയുമ്പോ ഇരിക്കും, നിക്കാൻ പറയുമ്പോ നിക്കും, ഓടാൻ പറയുമ്പോ ഓടും. ഓ, നാണമില്ലടി പട്ടി പറയണല്ലൊക്കെ ചെയ്യേ. അയ്യോ, ഞാനല്ല, എന്റെ പട്ടി ഇതൊക്കെ ചെയ്യുന്നേ. അതെ, എന്റെ ചേട്ടനൊന്നും ചെയ്യത്തില്ല കേട്ടോ. എനിക്കിത്തിരി മുട്ട വേണമെന്ന് പറഞ്ഞപ്പോഴേ കടയിൽ പോയി 20 മുട്ട വാങ്ങി നെഞ്ചിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ച് വരുമ്പോഴാണ് നിന്റെ ആ പട്ടി കടിച്ചത്. സെന്ററിൽ മുട്ട വെക്കാൻ നിന്റെ ഏട്ടൻ എന്താ പപ്സോ? ഞങ്ങളെ പുറത്തുനിന്ന് മുട്ടയൊന്നും വാങ്ങാറില്ല. ഇവിടെ ധാരാളം കോഴികളുണ്ട്. അല്ല, നിങ്ങൾക്കും കോഴികളൊക്കെ വളർത്തിക്കൂടെ? ഞങ്ങള് ചെറുതുങ്ങൾ വാങ്ങി വളർത്തിയതാ. അത് വലുതായപ്പോ പൂവനായി. പൂവനെ കാട്ടി നല്ലതേ നാലിയ. അതാവുമ്പോ കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണും. ഞാൻ വാഴ വെക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അതിന് നിനക്കെന്തിന് വാഴ? നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു മരവാഴ. നീ എന്റെ ചേട്ടനെ ഉദ്ദേശിച്ചല്ലേടി പറഞ്ഞേ? എന്റെ ചേട്ടൻ ചൂടനാ കേട്ടോ. അയ്യോടി, ഇവിടുത്തെ ഗ്യാസ് തീർന്നുപോയി. ഇത്തിരി ചൂടുകൾ ഉണ്ടാക്കി തരൂ. എന്റെ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് നിന്റെ ആ പട്ടി കടിച്ചത്. അതിന് എന്റെ ഏട്ടന് എന്താ ജോലി? പുറത്ത് മേക്കപ്പാ. പുറത്തല്ലാതെ എല്ലാവരും വാ എന്റെ ഉള്ളിലാണോ മേക്കപ്പ് ചെയ്യുന്നേ? എല്ലാവരും പുറത്ത് തന്നെ മേക്കപ്പ് ചെയ്യുന്നേ. അല്ലടി, പുറത്ത് ഗൾഫിലാണ് മേക്കപ്പ്. വല്ല ഒട്ടകത്തിനായിരിക്കും. എന്താ കേട്ടില്ല? ഞാനൊന്നും പറഞ്ഞില്ലേ. അതെ, നീ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നുണ്ടോ ഇല്ലയോ? എത്ര രൂപ വേണോ? 2 കോടി. 2 കോടി രൂപയോ? നിന്റെ ഭർത്താവ് ചന്ദ്രന്റെ ചന്തിക്ക് 2 കോടി രൂപ അത്രയൊക്കെ വരും. എന്റെ ചേട്ടന്റെ ചന്തി ഇത്ര റിച്ചാ. ഓ, എനിക്കിന്ന് ഇത്രയൊക്കെ തരാൻ പറ്റൂ. എന്നാലേ ഞാൻ ഇന്ന് വക്കീലിനെ വിളിക്കട്ടെ. ഹലോ വക്കീലേ, എന്തായി? ഓ, ആലീസേ, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി. എന്തേലും ഒന്ന് മര്യാദ കഴിക്കോ? അത് വയ്യ. ഓ, കൂടുതൽ സോപ്പിടണ്ട, കാര്യം പറഞ്ഞേക്ക്. അതെ, വക്കീൽ ഇപ്പം വിളിച്ചിന്. അതിന് ഇപ്പം 1 കടിക്ക് 1 ലക്ഷം രൂപ. ഇപ്പൊ എന്റെ ചേട്ടനെ 2 കടി ഏറ്റിട്ടുള്ളൂ. ആണോ? അപ്പൊ 2 ലക്ഷം രൂപയല്ലേ ആവൂ. അതുകൊണ്ട് നിന്റെ പട്ടിയെന്ന് തുറന്നോടി 3 കടിയും കൂടി കടിക്കട്ടെ. അതിനിപ്പോ ഞാൻ എന്നാ വേണം? അതെല്ലാം കൂടി 5 ലക്ഷം നീ എനിക്ക് തരും. അയ്യടാ, നിനക്ക് പൈസ കിട്ടാനേ എന്റെ പട്ടിയെ തുറന്നു വിടുന്ന കാര്യമില്ല. ചുമ്മാതല്ലടി, നിന്റെ പട്ടിക്ക് 1 കടിക്ക് ഞാൻ 25,000 രൂപ വെച്ച് കൊടുക്കുന്നു. 25,000 രൂപേ? എന്നാലേ ആ പൈസ പട്ടിക്ക് എടുക്കണ്ട, എനിക്ക് എന്നാ മതി. എന്തിനി? ബാക്കിയുള്ള 3 കടി ഞാൻ വന്ന് കടിക്കാടി. ഇനി നമുക്ക് പോയി നിന്റെ ചേട്ടനെ കടിക്കാം.